നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ക്ഷേത്ര സഞ്ചാരം എത്തിച്ചേർന്നിരിക്കുന്നത് തൃശൂർ ജില്ലയിലാണ്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ അഷ്ടമംഗലം ശിവക്ഷേത്രം. പരശുരാമ പ്രതിഷ്ഠിതമായ 108 ശിവാലയങ്ങളിൽ ഉൾപ്പെടുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രമാണിത്. ക്ഷേത്ര നിർമ്മിതിയൊക്കെ കാണേണ്ട കാഴ്ചയാണ്. അതിമനോഹരമായ ഒരു ചുറ്റുപാടിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് മുമ്പിലായി അതിബൃഹത്തായ അതിമനോഹരമായ ഒരു കുളമൊക്കെയുണ്ട്. നമുക്കിന്ന് ഇവിടെ കുടികൊള്ളുന്ന ആ കൈലാസനാഥന്റെ അനുഗ്രഹത്തോടും അനുമതിയോടും കൂടി ഈ പുരാതനമായ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. തൃശൂർ നഗരത്തിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ അകലെയായി കാര്യാട്ടുകര എന്ന ദേശത്ത് അഷ്ടമംഗലം ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. പരശുരാമ പ്രതിഷ്ഠിതമായ 108 ശിവാലയങ്ങളിൽ ഉൾപ്പെടുന്ന ഈ പുരാതന ക്ഷേത്രം 108 ശിവാലയ സ്തോത്രത്തിൽ 20ാമത്തെ ക്ഷേത്രമായി പരാമർശിക്കപ്പെടുന്നു. ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രമുള്ളത്. ക്ഷേത്രത്തിന്റെ പിൻവശത്തുള്ള വിശാലമായ ക്ഷേത്രപ്പറമ്പിലൂടെയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ പറമ്പിന്റെ കിഴക്കേ അറ്റത്തായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്ക് ദർശനമായി കുടികൊള്ളുന്ന ക്ഷേത്രത്തിന്റെ മുൻവശത്ത് വിശാലമായ ക്ഷേത്രക്കുളമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഏകനായി കൈലാസനാഥൻ കുടികൊള്ളുന്നു എന്നത് തന്നെയാണ്. ഓടുമേഞ്ഞ അതിമനോഹരമായ അതിബൃഹത്തായ വട്ട ശ്രീകോവിലിനുള്ളിലെ ഗർഭഗൃഹത്തിൽ പീഠത്തിൽ നിന്നും ഏകദേശം 2 അടിയോളം ഉയരമുള്ള ദിവ്യമായ ശിവലിംഗത്തിൽ മഹാദേവൻ ഇവിടെ പരിശോഭിക്കുന്നു. പൗരാണികതയുടെ പ്രൗഢി വിളിച്ചോതുന്ന ശില്പചാതുരിയോടെ നിലകൊള്ളുന്ന ഈ വട്ട ശ്രീകോവിലിനുള്ളിലെ ഗർഭഗൃഹത്തിനുള്ളിൽ ചുറ്റും നടക്കാവുന്ന ഒരു ഇടനാഴിയുണ്ടത്രേ. ഏകാന്തമായി തപോധ്യാനത്തിൽ മുഴുകിയാണ് ഭഗവാൻ ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. മാത്രവുമല്ല, രൗദ്രഭാവവും ഇവിടെ വാഴുന്ന ഭഗവാനുണ്ട് എന്നതിനാലാണത്രേ ഭഗവാന്റെ ആ കോപം ശമിപ്പിക്കുവാനായിട്ട് നേരെ മുമ്പിലായി വലിയ ആ കുളം സ്ഥിതി ചെയ്യുന്നത് എന്നും വിശ്വാസങ്ങളുണ്ട്. ജലദൃഷ്ടിയായി ശാശ്വതമായ പരമാനന്ദത്തെ പ്രദാനം ചെയ്തുകൊണ്ട് പ്രപഞ്ചപിതാവ് ആ ശിവലിംഗ ശിലയിൽ അങ്ങനെ പ്രകാശിക്കുന്നു. ശ്രീകോവിലിനു മുമ്പിലായി നമസ്കാര മണ്ഡപമുണ്ട്. ഉപദേവതമാർ ആരും തന്നെ ഈ ക്ഷേത്രത്തിലില്ല. ഗണപതി പ്രതിഷ്ഠ പോലും ഇല്ലാത്ത ഒരു ശിവക്ഷേത്രമാണിത്. നമസ്കാര മണ്ഡപത്തിലെ നന്ദികേശ്വര പ്രതിമ പോലും ഈ അടുത്ത കാലത്ത് കൊണ്ടുവന്ന് വെച്ചതാണത്രേ. സർപ്പക്കാവും ഇവിടെയില്ല. നാലമ്പലത്തിന് പുറത്തായിട്ട് ഒരു ചെറിയ ബലിക്കല്ലുണ്ട്. ശ്രീകോവിൽ അതിപുരാതനമാകയാൽ കഴുക്കോലിന് കേടുപാടുകൾ സംഭവിച്ചപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ചുറ്റമ്പലമില്ല. പകരം ക്ഷേത്രപ്പറമ്പിൽ നിന്നും ഒരു മതിൽ കെട്ടിയാണ് വേർതിരിച്ചിരിക്കുന്നത്. നാലമ്പലത്തിനകത്ത് ക്ഷേത്ര കിണറിനടുത്തായി ക്ഷേത്രക്കുളത്തിൽ നിന്നും കിട്ടിയ ഒരു പഴയ ശിലാനിർമ്മിത ശിവലിംഗം വെച്ചിട്ടുണ്ട്. ഇവിടെ വാഴുന്ന മഹാദേവനോടൊപ്പം മഹാവിഷ്ണു ചൈതന്യം കൂടി ഉണ്ട് എന്ന് വാമൊഴികളുണ്ട്. അതിനാൽ തന്നെ പൃഥുകർമ്മങ്ങൾക്ക് ഇവിടെ പ്രാധാന്യമുണ്ട്. രാവിലെ പൂജയും വൈകിട്ട് നേദ്യവും നടക്കുന്ന ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിലെ പല നിർമ്മിതികളും മേൽക്കൂരയിലുള്ള ഓടുകൾ പോലും പൗരാണികതയുടെ സാക്ഷിപത്രങ്ങൾ തന്നെയാണ്. ഗംഗാ സാന്നിധ്യം കൂടി ഇവിടെ ഭഗവാനോടൊപ്പം ഉണ്ട് എന്നും വിശ്വാസങ്ങളുണ്ട്. ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ആധികാരിക രേഖകളും ഐതിഹ്യകഥകളും എല്ലാം തന്നെ കാലത്തിൻ്റെ ആ ഗതിയിൽ നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. പുലിയന്നൂർ മനയ്ക്കാണ് താന്ത്രിക സ്ഥാനമുള്ളത്. കിഴക്കിനിയടത്ത് മന ഊരാള കുടുംബമാണ്. ശിവരാത്രിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. അഭിഷേകാദികൾ, നിറമാല, ചുറ്റുവിളക്ക്, ഗണപതി ഹോമം, കലാസാംസ്കാരിക പരിപാടികൾ എന്നിങ്ങനെ അതീവ വിപുലമായി 5 ദിവസത്തെ ആഘോഷമായി ശിവരാത്രി മഹോത്സവം ഇവിടെ കൊണ്ടാടപ്പെടുന്നു. പ്രദോഷം പ്രധാനമാണ്. ഭഗവാൻ തപസ്സിൽ മുഴുകിയിരിക്കുന്നതിനാലാവണം മറ്റ് ഉത്സവാദികൾക്കൊന്നും ഇവിടെ വലിയ പ്രസക്തിയില്ല.
അധിക ബഹളമൊന്നും ഇവിടെ ഉണ്ടാക്കുവാൻ പാടില്ല എന്നതിനാൽ തന്നെ ശബ്ദം എപ്പോഴും നാമജപത്തിനായി മാത്രം ഈ പുണ്യസന്നിധിയിൽ ഉപയോഗിക്കുവാനായി ഭക്തജനങ്ങൾ ശ്രദ്ധാലുക്കളാണ്. കർക്കടക സംക്രമത്തിന് ബ്രഹ്മരക്ഷസിന് പത്മമിട്ട് പൂജയും പാൽപായസം വഴിപാടും നടക്കാറുണ്ട്. കർക്കടകവാവിന് നിരവധി ഭക്തജനങ്ങൾ ഇവിടെ പൃഥുമോക്ഷത്തിനായി ബലിതർപ്പണ ചടങ്ങുകൾ നിർവഹിക്കുവാനായി വരാറുമുണ്ട്. ഗണപതി ഹോമവും ഇവിടെ പതിവുണ്ട്. കർക്കടക മാസത്തിൽ ഔഷധ സേവയും നടക്കാറുണ്ട്. മൃത്യുഞ്ജയ ഹോമം, സമ്പൂർണ്ണ നെയ്വിളക്ക്, തിലഹോമം, സായുജ്യ പൂജ, കൂവളമാല, പിൻവിളക്ക്, നെയ്ക്കിണ്ടി സമർപ്പണം, പ്രദോഷപൂജ, പുഷ്പാഞ്ജലി, ധാര എന്നിങ്ങനെ ഒത്തിരി വഴിപാടുകളും ഈ ക്ഷേത്രസന്നിധിയിലുണ്ട്. പണ്ട് ദേശാധിപത്യമുണ്ടായിരുന്ന അതിസമ്പന്നമായൊരു ഭൂതകാലമുണ്ടായിരുന്നൊരു ക്ഷേത്രമായിരുന്നു ഇത് എന്ന് പറയപ്പെടുന്നു. ഊരായ്മ അവകാശമുണ്ടായിരുന്ന ഇല്ലങ്ങളുടെ സമ്പത്ത് സാമൂതിരി കവർന്നെടുത്തു എന്നൊക്കെ വാമൊഴികളുണ്ട്. പിന്നീട് ശക്തൻ തമ്പുരാന്റെ ഇടപെടലുകൾ കാരണമാണത്രേ പൂജകൾ മുടക്കമില്ലാതെ നടന്നു വന്നത്. കൈലാസനാഥൻ ജലദൃഷ്ടിയായി തപോധ്യാനത്തിൽ മുഴുകി ഏകനായി പരിലസിക്കുന്ന ഈ ക്ഷേത്രഭൂമി ഓരോ അണുവിലും ഒരു തപോഭൂമിയുടെ പരമമായ ശാന്തി പ്രവഹിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയോ കഥകൾ ഇനിയും ഈ ക്ഷേത്രത്തിന് പറയുവാനുണ്ടാകാം എന്ന് മനസ്സ് പറയുന്നു. എന്നാൽ ഒന്നും ഇപ്പോൾ ലഭ്യമല്ല എന്നതാണ് വാസ്തവം. എന്നാൽ പോലും അഷ്ടമംഗലം ശിവക്ഷേത്രം എന്ന ഈ പുണ്യസന്നിധിയിൽ പരിലസിക്കുന്ന മഹാദേവന്റെ ആ ദർശനം തന്നെ നമ്മിൽ നിറയ്ക്കുന്നത് പരമമായ ജ്ഞാനവും അനിർവചനീയമായ പരമാനന്ദവുമാണ്. ഇത്തരം ക്ഷേത്രങ്ങളൊക്കെ ഇനിയും കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിവിടെ എത്തിച്ചേർന്നതും. മഹാദേവ ക്ഷേത്രങ്ങൾ എപ്പോഴും ഒരു പിതാവിൻ്റെ വാത്സല്യവും സംരക്ഷണയും നിറഞ്ഞ ഭൂമികളായിട്ടാണ് അനുഭവപ്പെടാറുള്ളത്. ആ ഒരു ദിവ്യാനുഭവം തന്നെയാണ് ഈ പുണ്യക്ഷേത്രവും സമ്മാനിച്ചത്. തീർച്ചയായും കാണേണ്ട ഒരു പുണ്യ പുരാതന ക്ഷേത്രം തന്നെയാണിത്. ഓങ്കാരസ്വരൂപനായ മംഗളമൂർത്തിയായ മൃത്യുഞ്ജയനായ പാർവതീവല്ലഭനായ കാലാന്തകനായ കാമാന്തകനായ സംഹാരരുദ്രനായ പരമേശ്വരനായ കൈലാസനാഥൻ മഹാധ്യാനത്തിൽ മുഴുകി പരിലസിക്കുന്ന ഈ പുണ്യഭൂമിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇന്നുച്ചരിച്ച എല്ലാ വാക്കുകളും ഏറെ പ്രിയപ്പെട്ട മഹാധ്യാനത്തിൽ മുഴുകിയ ഭഗവാന്റെ ആ പൊന്നു തൃപ്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിക്കുന്നു. പ്രപഞ്ച സൃഷ്ടന്മുഖലാസ്യകായ സമസ്ത സംഹാരക താണ്ഡവായ ജനഞ്ജനന്യൈ ജഗദേക പിത്രേ നമഃ ശിവായ ച നമഃ ശിവായ. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു. ഇനി വേറൊരു പുണ്യഭൂമിയിൽ വെച്ച് നമുക്ക് കാണണം, സംസാരിക്കണം. ആ ഒരു ഭൂമിയിലേക്കുള്ള വഴി ഇവിടെ വാഴുന്ന ആ ഭഗവാൻ തന്നെ കാണിച്ചു തരട്ടെ. നമഃ പാർവതീപതയേ ഹര മഹാദേവ. ഓം നമഃ ശിവായ.